നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കുറച്ച് ഐറ്റങ്ങളെ വിളിക്കാനുണ്ട്. നസീറിക്ക, ബിജുക്കുട്ടൻ ചേട്ടാൻ, മണിക്കുട്ട. ലെറ്റ്സ് വെൽക്കം ഇന്നസെന്റ് സോണൻ. ഒരു നല്ല കൈഡിയുണ്ട്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മുടെ ഐറ്റം വേറെ ഓരോ സ്കിറ്റ് കഴിയുമ്പോഴും ഗ്രാഫിക്കിന്റെ മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഇനി വരാൻ പോകുന്നത്. കൊച്ചി പ്രദീപേട്ടനുണ്ട്, അമലുണ്ട്, കൂടെ സിസി ഉണ്ട്. ഒരു നല്ല കൈഡി. ഉണരടി നീ ഉണരുകിടത്തി പുലവെട്ടമുദിക്കണ മുമ്പേ പണിയുണ്ടടി നൂറത് കൂട്ടം ഇന്നാ പിടിക്കാത്തോൽ കൂട്ടം. ഈ വയ്യാത്ത അമ്മാവന് എന്നാ കോനാമ്പീച്ചൊക്കെ കാണിക്കണത്? ഓയോയോ വ്യായാമം ചെയ്യുവാ. എടാ, ഞാൻ സൂര്യ നമസ്കാരം ചെയ്തതാ. ഈ സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് സൂര്യൻ വന്ന് ചന്തിയിലടിക്കുമ്പോ ചെയ്യണ സാധനമല്ല, സൂര്യൻ ഉദിച്ചു വരുമ്പോ ചെയ്യണതാ. അതൊക്കെ അങ്ങനെ സമയവും കാലങ്ങളൊന്നുമില്ല. സൂര്യന് ഒരു നമസ്കാരം കൊടുക്കണം. അത് പുള്ളി മേടിച്ചാലും കൊള്ളാം, മേടിച്ചില്ലെങ്കിലും. മാമ നമ്മളിവിടെ ടൂർ വന്നതാണോ? അല്ല. ആ തിരിച്ചറിവ് മാമനുണ്ടോ? ഉണ്ട്. അപ്പൊ ഞാൻ മാമനോട് പറയാൻ വന്നത്, മാമൻ ഇന്നലെ മുതൽ നല്ല ക്ഷീണമുണ്ട്. നല്ല ക്ഷീണം എന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണം, തൂങ്ങിയിരിക്കുവായിരുന്നു. ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോണം. തൂങ്ങി പിടിച്ചിരിക്കുമ്പോ ഇഞ്ചക്ഷൻ എടുക്കാൻ ഞാൻ എന്നാടാ ബ്ലോക്ക് കോഴിയോ? ബ്ലോക്ക് കോഴിയാണ്. പട്ടണക്കാട് ബ്ലോക്കിലെ ഏറ്റവും വലിയ കോഴി നിങ്ങളാ. നീ എന്നെ വർത്താനേ പറയണേ? ഞാൻ എങ്ങനെ പറയണം? മാമനിപ്പോ ഇവിടെ നിന്ന് കിടക്കാനുള്ള കാര്യം എന്നാ? കൃഷി ഓഫീസിലെ ബിന്ദുജാ മേഡം. ബിന്ദുജാമയുടെ എന്തിനാ മാമനെ തല്ലി ഈ പരുവത്തിലാക്കിയത്? ഞാനൊന്നും ചെയ്തില്ല. ഞാൻ കാർഷിക ഓഫീസിൽ ഒരു ലോൺ എടുക്കാൻ വേണ്ടി ചെന്നോ. ഞാൻ പറഞ്ഞു ലോൺ വേണമെന്ന് പറഞ്ഞപ്പോ മാഡം പറഞ്ഞു ഇൻട്രസ്റ്റ് ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞു പറഞ്ഞ സംഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്ക് ഡബിളാകും. ഒന്നും മിണ്ടില്ല, നേരെ പൊതിക്കാത്ത തേങ്ങ എടുത്ത് ഒറ്റയടി. ഇമാതിരി ചൊറിഞ്ഞ വർത്താനം പറഞ്ഞ മുളച്ച തേങ്ങ കെറിയുമല്ല വേണ്ടത്. നിങ്ങളെ തെങ്ങും കൂട്ടിലിട്ട് തല്ലിക്കുട്ടി കത്തിക്കണം, അതാണ് വേണ്ടത്. എടാ, ഇവിടെ എന്നടാ ഭയങ്കര ബഹളം. ഞാനിവിടെ കുറെ നേരമായി അവിടെ ഫ്രണ്ടിൽ തന്നെ ഭയങ്കര ഒച്ചപ്പാട്. എന്റെ മാമ അതൊന്നും പറയണ്ട. ഗർഭിണിയായ പെങ്കൊച്ച് ആംബുലൻസിൽ ഇങ്ങനെ വരുമായിരുന്നു. ഇത് ആംബുലൻസിൽ കിടന്ന് പ്രസവിച്ചെന്നേ. ആശുപത്രിയുടെ കട്ടിലേക്ക് കിടന്ന് പ്രസവിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് ഈ പെങ്കൊച്ച് എന്നാ കരച്ചിലാണെന്ന് അറിയാമോ? അതൊക്കെ സ്വാഭാവികല്ലേ. കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്താന്ന് തോന്നുന്നു ഞാൻ ഇവിടെ കിടക്കുമ്പോ വേറൊരു പെങ്കൊച്ച് ഇതേപോലെ ആംബുലൻസിൽ പ്രസവിച്ചതേ. ആ പെങ്കൊച്ച് തന്നെയാണ് ഇത്തവണയും പ്രസവിച്ചത്. ഇത്തവണയും എനിക്ക് കട്ടിലേക്ക് കിടന്ന് പ്രസവിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞാണ് ആ പെങ്കൊച്ച് അവിടെ കിടന്ന് കരഞ്ഞത്. ആണ്ടേ, ഞാൻ വെച്ച മരുന്നൊന്നും മാമൻ കഴിച്ചില്ലേ? കഴിച്ചില്ലല്ലോ. എടാ, ഞാൻ ബ്ലാക്ക് കാപ്പേറ്റ് ഗുളിക 3 കഴിച്ചു. എന്നാടാ ഒന്നും ഇടത്തെ? നിങ്ങൾ കണ്ട പല്ലിക്കാട്ടൊക്കെ വെള്ളം ചേർത്ത് വിഴുങ്ങിയാൽ ഞാൻ എന്നാ കളർ ഗുളിക കളർ ഗുളിക വന്നിട്ട് പല്ലിക്കെടുത്ത് കൊടുക്കണോ? ഇവിടെ 3 ദിവസമായാലോടോ ഞാൻ ഇവിടെ അട്ടിപ്പേറ് കിടക്കാൻ തുടങ്ങിയിട്ട്. എനിക്കിനി നിങ്ങൾക്ക് കൂട്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാമിയെ വിളിച്ചു പറ. മാമി ഇങ്ങോട്ട് പാടില്ല, ആ കേസ് നടപടിയില്ല. എടാ, ഞാൻ നിന്റെ മാമിയായിട്ട് മിണ്ടിയിട്ട് എത്ര നാളായെന്ന് അറിയാമോ? മാമിക്ക് പല്ലുവേനയാണോ? പല്ലുവേനയായിട്ടല്ല. പിന്നെ എടാ, ഞാൻ ഒരു ദിവസം പണിയും കഴിഞ്ഞ് വന്നപ്പോ എനിക്ക് ഭയങ്കര തലകറക്കം. ഞാൻ ആ ലീലയുടെ വീട്ടിൽ പോയി ഒന്നിരുന്നു. എന്നെ കാണാത്തോണ്ട് ഇവിടെ അങ്ങോട്ട് അന്വേഷിച്ചു വന്നു. വന്ന വഴി 6 ബാറ്ററിയുടെ ടോർച്ച് വെച്ച ഒരു ഒറ്റ പെട. അത് പോക്കൃത്തരമാണ് മാമി. മാമി ചെയ്ത പോക്കൃത്തരമാണ്. ഞാൻ മാമിയോട് ചോദിക്കാം, അല്ല എന്നാന്ന് പറഞ്ഞ മാമി തല്ലിയത്? തലക്കറക്കുള്ള നീ എന്തിനാണോ പട്ടി ലീലയുടെ നൈറ്റ് ഇട്ടും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ ചോദിച്ചു മേടിച്ചതാ? അതല്ല, നീ ചോദിച്ചിട്ട് അവൾ ഇനിയും തരും. എനിക്ക് ഇനിയും തരുമെന്നോ? മാമ എന്റെ 10 പൈസ ഇല്ല. ഈ മരുന്നിന് സിറിഞ്ചിനൊക്കെ ഒരുപാട് കാശ് ചെലവാങ്ങാനുണ്ട്. മാമന്റെ വല്ല പൈസ ഉണ്ടോ? മോനെ, മാമനിപ്പൊ പണിയില്ലാന്നറിയാലോ. പണി ഉണ്ടായിരുന്ന സമയത്ത് ഇഷ്ടംപോലെ കാശുണ്ടായിരുന്നു എന്റെ കയ്യില്. അല്ല, മാമൻ എന്നായിരുന്നു പണി? എനിക്ക് ബസ് സ്റ്റാൻഡില് 10 രൂപയ്ക്ക് സുഖം വിൽപ്പനയായിരുന്നു. ഞാൻ ഈ പരിപാടിയായിരുന്നെങ്കിൽ ഞാനിവിടെ കൂട്ടുകിടക്കത്തില്ലായിരുന്നല്ലോടോ. ഞാൻ ഇപ്പൊ ഇറങ്ങിപ്പോകും. നീ അങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. പിന്നെ എടാ, 10 രൂപയുടെ ബഡ്സ് വിൽപ്പന, അതാണ് ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ ഇയാൾക്ക് ബഡ്സ് കച്ചവടം എന്ന് പറയാൻ പാടില്ലേടോ. പിന്നെ എന്തിനാ സുഖം എന്ന് പറഞ്ഞത്? ബഡ്സ് ചെവിയിലിട്ടെങ്കിൽ സുഖമല്ലേ കിട്ടുന്നത്, അല്ലാണ്ട് മാസം മാസം പലിശയാണോ? പലിശ ചെറിയാൻ പറയാ. പിന്നെ അല്ല. അനൂപിനെ വിളിച്ച് 2000 രൂപ ചോദിക്കാം. എന്നാ താൻ ഇവിടെ കിടന്ന തനിക്ക് റെന്റ് കിട്ടുമോ? ഇല്ല. ഇവിടെ നിന്ന് ഇറങ്ങി പോണേ കാശ് കൊടുക്കണം. അതിന് അവനെ വിളിക്കണം. വിളിക്ക്. അനൂപേ, അതെ, ഒരു 2000 രൂപ ഇട്ടുതരാൻ കാണുമോ? മാമൻ ആശുപത്രിയില്ല. ഇപ്പൊ വിളിക്കുവോ? ശരി, നീ ഇപ്പൊ വിളിച്ചാ മതി. പിന്നെ എനിക്ക് തന്നെ വിശ്വാസാ, നീ ഇപ്പൊ വിളിച്ചാ മതി. ശരി. മോനെ, ലോകത്തിലാരെ വേണേലും വിശ്വസിക്കാം. ഇപ്പൊ വിളിക്കാന്നും പറഞ്ഞുകൊണ്ട് കട്ടിയുടെ സുഹൃത്തുക്കളെ ഒരിക്കലും അവന്മാര് വിളിക്കില്ല. അത് മറ്റൊരു സത്യം. പിന്നെ നമുക്ക് ഈ മെനകെട്ട ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ തീ വെട്ടിക്കൊള്ളേ നടക്കണം. മാമ വേടാ, മരിയെ സ്കാൻ ചെയ്തതിന് നമ്മളോട് 4000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. എവിടത്തിനായത്? നമ്മൾ കൊടുക്കണം. ഞാൻ പാർട്ടിക്കാരെ കൊണ്ടൊന്ന് വിഷയം ഉണ്ടാക്കും. പിടിച്ചതിനൊക്കെ കാശ്. അതും മരിയ സ്കാൻ ചെയ്തതിന്. എടോ നിറക്കൂട്ടെ, ഇത് മരിയ സ്കാൻ ചെയ്തതിന് 2500 കൊടുക്കണമെന്നല്ല, MRI സ്കാനിന് 2500 കൊടുക്കണം എഴുതി വെച്ചേക്കണത്. അപ്പൊ അവര് ഞാൻ കേട്ടായിരുന്നല്ലോ. പിന്നെ അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഒരു സെഡേഷൻ ഇല്ലായിരുന്നു?
ആ നേഴ്സ് വന്നത് എടുത്തായിരുന്നോ? ആ നഴ്സ് വരാൻ വേണ്ടിട്ടല്ലേ ഞാനിവിടെ കാത്തു നിൽക്കണ എന്തോരം നേരായി. എന്തോടെ ഒരു ടോണിന്റെ വ്യത്യാസം? ഇല്ല വന്നില്ല, അത്രേ ഉള്ളൂ. സിസ്റ്ററേ സിസ്റ്ററേ സിസ്റ്ററേ, കണ്ടോ, ഒരാൾ മരിക്കാൻ കിടന്നാൽ പോലും ഈ ആശുപത്രിയിൽ നേഴ്സ് വരത്തില്ല. അതാണ് ഈ കുഴപ്പം. ചെറിയുള്ളി 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, വെണ്ടക്ക 3 കിലോ 100. എന്നടാ പോയെ? ഒരു ഉള്ളിയുടെ വണ്ടി വന്നപ്പോ ആ പുള്ളിക്കാരി ഇറങ്ങി പോയത് കണ്ടോ? അയ്യോ. എടാ പിന്നെ നിന്നോട് 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്നാ പറ. എടാ നീയേ 2 കാര്യങ്ങളായി ഇനി മിണ്ടരുത്. അതല്ലെന്ന്. എടാ ഒരു കാര്യമില്ലാണ്ട് നീ എന്നെ കൊണ്ട് ഈ എക്സ്റേ എടുപ്പിച്ചെത്തില്ല. അത് ചിറ്റ പറഞ്ഞിട്ട്. എന്തിന്? അടുത്ത ആഴ്ച സൂര്യഗ്രഹണം ഉണ്ട്, അവരുടെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ എക്സ്റേ ഇല്ലെന്ന്. തന്നെ കൊണ്ട് നാടിനോ ഒരു ഗുണമില്ല, ആ പിള്ളേർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ. എടാ പിള്ളേർക്ക് ഗുണമുണ്ടാവുന്ന ഒരു കാര്യം ചെയ്യും, എന്റെ ശരീരം മെഡിക്കൽ കോളേജിൽ നീ പഠിക്കാൻ കൊടുക്കുക. ഈ കാമരാജ് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് വേണം ആ പിള്ളേര് വഴിതെറ്റിപ്പോ. അല്ലേലും നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ബോധമുണ്ടോ? കഴിഞ്ഞ ആഴ്ച തന്നെ അമ്മൂമ്മ ലിഫ്റ്റിക്കാന്ന് പറഞ്ഞ് പാറ്റാത്തൊക്കെ എടുത്ത് ചുണ്ടേ വരച്ചാൻ വന്ന് ആശുപത്രി കയറി. അന്ന് ഞാൻ വന്ന് കൂട്ടുകിടന്ന് ഒരു മനുഷ്യന് ബുദ്ധിയില്ലെന്ന്. ഒന്ന് മിണ്ടാതിരിക്കടോ, ഒന്ന് എന്തൊരു ഒച്ചയാടോ പുറത്ത് കേക്കാല. അതുകൊണ്ടാണല്ലോ അതിനെ ഒച്ചാന്ന് പറയണത്. എടോ ഇതൊരു ഹോസ്പിറ്റലാണോ? ആ ബോധം സിസ്റ്റർക്കുണ്ടോ? എന്ത്? ഈ പുള്ളിക്കാരൻ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചപ്പോ ഒരു പുള്ളിക്കാരൻ വന്നപ്പോ നിങ്ങൾ തുള്ളിച്ചാടി ഇറങ്ങി പോയില്ലേ? എടോ പ്രാസക്കാരാ, ഈ 50 രൂപക്ക് 2 കിലോ ഉള്ളി നീ മേടിച്ചു. എന്റെ ഇരിക്കണ ഉള്ളിയും നിങ്ങൾക്ക് തരാൻ വേണ്ടി, അല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ ഉള്ളിൽ തീയാ. എടാ കള്ള, നീ ഉള്ളിത്തീയില് കൊണ്ടുവന്നിട്ട് ഒരു കഷ്ടം നീ എനിക്ക് ആ ഫ്ലാസ്കിന് തലയടിച്ച് പൊട്ടിച്ച് ഞാൻ ഫ്ലക്സായി കയറ്റു. അമ്മച്ചാണ് സത്യം. നീ ഒന്ന് ഡോക്ടറിന് പോയി കാണാം. എടുക്കാനായിട്ട് എന്തോ അസുഖമുണ്ട്. എന്ത്? എന്ത് പറഞ്ഞാലും പ്രാസം പറയണ ദൈവമേ. സിസ്റ്ററെ, ഞങ്ങൾക്ക് മാത്രം ഡിസ്ചാർജ് ചെയ്യാത്തതിന്റെ കാര്യം തന്നെ. എടോ താൻ ഈ കിടന്ന് പറയണ കേട്ടാന്ന് തോന്നുന്നു. എന്റെ നിർബന്ധത്തിലാണ് ഞാൻ ഇയാൾ ഇവിടെ പിടിച്ച് കിടത്തേക്കണേന്ന്. ഈ അമ്മാവന്റെ പുറകെ ഞാൻ 2 ദിവസം നടക്കുന്നത് ഡിസ്ചാർജ് തരാന്ന്. ഈ അമ്മാവൻ വേണ്ടാന്ന് പറഞ്ഞിട്ടാണേ. അങ്ങനെ ഒരു കണ്ടന്റ് സംഭവിച്ചായിരുന്നു. ഉണ്ട്. എടോ 4 ലൈൻ ബുക്ക് അവര് ഡിസ്ചാർജ് തരാന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം മേടിക്കാണ്ടിരിക്കണോ? എടാ ഞാൻ മനഃപൂർവ്വം മേടിക്കാത്ത. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിന്റെ മാമിയുടെ ഓഞ്ഞ മരം കാണണം. ഇവിടെ ആവുമ്പോ എന്തോ ഒരു സുന്ദരമായ നേഴ്സായി എന്റെ പൊന്നോ. അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക, ആണുങ്ങൾ നേഴ്സായിട്ടുള്ള ഏതായാലും ആശുപത്രി ഇവിടെ ഉണ്ടോ? ഈ അടുത്ത തവണ അടികൊള്ളും ഇങ്ങേരം കൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിട്ടാ. എന്നാ ഞാൻ ആശുപത്രിയുടെ മോളിൽ നിന്ന് ചാടിച്ചാവും. ചാടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഉണ്ടിട്ട് ഞാൻ കൊല്ലും. ഞാൻ അത്രയ്ക്ക് കഷ്ടമാണ് നിങ്ങളെ കൊണ്ട്. ഡിസ്ചാർജ് എഴുതാനുണ്ടോ? എന്റെ പൊന്നെ തരാ. ഈ ഡിസ്ചാർജ് ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ടേ അങ്ങ് പൊക്കോ. എവിടെയാണെന്ന് വെച്ചാല്. അമ്മാവന്റെ പേരെന്തായിരുന്നു? കൊച്ചു കുഞ്ഞ. ഒന്നില്ലെങ്കിൽ കൊച്ചെന്ന് പറ, അല്ലെങ്കിൽ കുഞ്ഞെന്ന് പറ. ഇതിന്റെ രണ്ടിന്റെ അർത്ഥം ഒന്നല്ലേന്ന്? അതല്ലെന്ന്. എന്റെ പേരെ പറഞ്ഞ കൊച്ചു കുഞ്ഞ്. സ്നേഹമുള്ളവർ എന്നെ കൊച്ചൂന്ന് വിളിക്കും. അപ്പൊ സ്നേഹം ഇല്ലാത്തവരോ? പന്തക്ക് വിളിക്കൂ. എല്ലാം വിളിയാന്നറിയാം. എന്റെ പൊന്ന്, എന്റെ ചെവി പുഴുത്തു പോയിട്ടുണ്ട്. വീട്ടുപേരെങ്ങനെയാ? മുണഞ്ഞ പറമ്പിൽ. അപ്പൊ നിങ്ങളൊക്കെ ജനിച്ചതിന് ശേഷമാണോ വീട്ടുപേരിട്ടെ? അല്ല, സ്വഭാവത്തിന് പറ്റിയ പേര്, അതുകൊണ്ട് ചോദിച്ചതാ. സിസ്റ്ററുമായി തോന്നിയാസം പറയില്ലേ? ഏകവചനം മതി. ഞാൻ ഇങ്ങനെ വീട്ടിലുള്ളതൊന്നുമല്ല. തന്റെ വീട്ടുപേരെന്താ? കാണാപ്പറമ്പിൽ. അതെ, ഈ ഒക്യുപ്പേഷൻ എങ്ങനെയാ? ഒക്യുപ്പേഷൻ ഇന്നലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തോരം നേരം എടുത്തു പറയാമോ. ഇന്ന് കാലത്ത് ഈ ചെറുക്കൻ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു ചായ മേടിച്ചുകൊണ്ട് തന്നതിന് ശേഷം എന്നാ ഒക്യുപ്പേഷൻ എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം നല്ല സ്മൂത്തായിട്ട് ഇടുക്കി. പിന്നെ അതൊരു പരാതിയായിട്ട് ഞാൻ പറയണല്ല. ഒക്യുപ്പേഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ ആശുപത്രി വെള്ളം തരുവാണെങ്കിൽ ഈ ബക്കറ്റും വെള്ളം കൊണ്ട് പോകണ എന്റെ ഒരു ബുദ്ധിമുട്ട് അത് ഒഴിഞ്ഞു കിട്ടും. അത് എന്റെ ഒരു പ്രൈവസിക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. താനക്കിത് എങ്ങോട്ടാണോ പറഞ്ഞു കയറി പോകുന്നേ? അമ്മാവന്റെ ജോലി എന്താന്ന്? ആവശ്യമില്ലാത്തൊക്കെ കണ്ടന്റ് ആയേനെ. അമ്മാവന്റെ ജോലി വായിന്ന് നോട്ടെന്നൊക്കെ എങ്ങനെ ഒരു ഫോമിനകത്ത് എഴുതി വെക്കണത്? വാഴത്തോട്ടം വാഴക്കൃഷി. വാഴക്കൃഷി അങ്ങനെ പറ. അപ്പൊ മക്കളൊക്കെ? മൂത്ത ഏത്തവാഴ തമിഴ്നാട്ടില്. മൂത്ത മോൻ തമിഴ്നാട്ടില്. അപ്പൊ ഇതാരാ? ഇത് പെങ്ങടെ മോനാണ്, അനിയൻ. അതെന്ത് വർത്താനോട് അമ്മാവാ പറഞ്ഞത്? പെങ്ങടെ മോൻ എങ്ങനെയാ നീ അനിയനാവുന്നേ? ഇത് എന്റെ പെങ്ങടെ ഒറ്റ മോനാണ് അനിയൻ. സമ്മതിക്കൂല. ഞങ്ങളുടെ നാട്ടിലൊക്കെ പെങ്ങടെ മോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദനെ വരാം. എന്റെ പൊന്നു പെണ്ണുമ്പോൾ ഞാൻ പെങ്ങടെ മോനാണ് അനിയൻ. ഞാൻ സമ്മതിക്കൂലോടോ. പെങ്ങടെ മോൻ എങ്ങനെയാണോ അനിയനാവുന്നേ? ഞാൻ വല്ലോ ചെയ്യും കേട്ടോ. പെങ്ങടെ മോൻ എന്റെ പേര് അനിയൻ. ഓ, തന്റെ പേര് അനിയൻ. അതൊന്ന് എടുത്തു പറഞ്ഞൂടെ? ഒരു ഡിസ്ചാർജ് കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്ന് പറ. അതെ, ഞാൻ പെങ്ങടെ മോനാ, എന്റെ പേര് അനിയൻ. 100% ഒരു കുഴപ്പം. പെങ്ങടെ മോന്റെ പേര് അനിയൻ എടുത്തു പറയാൻ പറഞ്ഞു. എന്റെ പൊന്നെ, ഒരു വീട്ടിൽ 2 മണ്ടന്മാരാ? അല്ല, ഞങ്ങൾ 2 മാത്രല്ല, ഞങ്ങൾ കുടുംബത്തിൽ മൊത്തം 50 പേരുണ്ട്. അയ്യോ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്നുണ്ടല്ലോ ഭൂമി നിന്ന് കത്തും. അതുപോലത്തെ മണ്ടന്മാരാ. അംഗീകരിക്കുന്നുണ്ടല്ലോ. ഏതായാലും ഒരു കാര്യം ചെയ്യും, റിസീവ്ഡ് എന്നും പറഞ്ഞ് ഒരു ഒപ്പും കെട്ടിട്ട് വന്നേക്ക്. റിസീവ്ഡ് അല്ലേ? ഇവിടെ
എന്തിട്ട് കറക്കുന്നേ? ഈ പേരെ കൈക്ക് വഴങ്ങുള്ള വേറൊരു പേരാണ്. ആരും റിസീവ്ഡ് എഴുതാൻ അറിയില്ലെന്ന് പറയരുത് കേട്ടോ. ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയില്ല. നീ എഴുതുന്ന വിദ്യാഭ്യാസം ഇല്ലാത്തവർ നമ്മൾ അങ്ങനെയല്ലല്ലോ ചെറുപ്പക്കാര്. കൈപ്പറ്റിയിരിക്കുന്നു എന്ന് എഴുതിയിട്ട് ഒപ്പിട്ടാ മതി. ഞാൻ പിന്നെ ഈ കുടുംബത്തിലുള്ളതല്ലേ. ഒരു കാര്യം ചെയ്യും, ഒപ്പിട്, ഞാൻ റിസീവ്ഡ് എഴുതിക്കോളാം. ഇതെന്തുവാടോ അരിമണിയും കൊണ്ട് ഉറുമ്പ് പോകുന്നു? അരിമണിയും കൊണ്ട് ഉറുമ്പ് പോകണമല്ല, എന്റെ പേര് അനിയൻ പി കെ. ഇതെന്താ പെട്ടെന്നൊരു പ്രാർത്ഥന? അമ്പലത്തിൽ മണിയടിച്ച്. അയ്യോ, അത് അമ്പലത്തിൽ മണിയടിച്ചല്ല, എന്റെ സാലറി ക്രെഡിറ്റ് ആയപ്പോ EMI കട്ടായതാ. EMI കട്ടായതാ? ഇതാണ് ഞാൻ ജോലിക്ക് പോകാത്തത്. EMI കട്ടാവും. അടി. അതെ അമ്മാവാ, മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്യണേ. എന്നാ കാര്യത്തില്? ഡോക്ടർക്ക് ചെറിയൊരു സംശയമുണ്ട്. അതെന്നാ, ഞാൻ ഒഴിക്കണ മൂത്രം തന്നെയാണോന്നോ? അയ്യ, അതല്ലെന്ന്, മഞ്ഞപ്പിത്തം ഉണ്ടോ നോക്കാനാണ്. മഞ്ഞപ്പത്രം ഉണ്ടോന്ന് എന്റെ മൂത്രത്തിലല്ല, അതുപോലെ പ്രസ്സിലും പോയി നോക്കണം. എന്റെ പൊന്നോ, മഞ്ഞപ്പത്രല്ലോ, മഞ്ഞപ്പിത്തം. ആദ്യം ആ പുള്ളിയോട് പോയി ടെസ്റ്റ് ചെയ്യാൻ പറ. അതിനാ മഞ്ഞപ്പിത്തം പിടിച്ചവര് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മഞ്ഞായിട്ട് കാണും. അങ്ങനെയാണ് കാരണന്മാര് പറഞ്ഞേക്കണത്. ഞാൻ പറഞ്ഞില്ല, ഇങ്ങേരോട് സംസാരിച്ചിരിക്കണേ വല്ല ഗുളികയെ മാറി കൊടുത്ത് കൊന്നു കളയാൻ നോക്കും. അതായിരിക്കും ഏറ്റവും എളുപ്പം. ഒരു കാര്യം ചെയ്യും, ആ തരാനുള്ള ഇഞ്ചക്ഷൻ അങ്ങ് തന്നിട്ട് പൊക്കോ. ആ, എത്രയും വായിക്ക്. പെട്ടെന്ന് അതൊന്ന് തന്നിട്ട്. കേട്ടോ, ഞാനല്ല. അയ്യേ, ഇഞ്ചക്ഷൻ വേണ്ട, പേടിയാ. പേടിയാന്നോ? ഇഞ്ചക്ഷൻ പേടിയാണോ? അച്ചോടാ, ഇഞ്ചക്ഷൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു പട്ടി കടിക്കണ വേദന ഉണ്ടാവുള്ളൂ. ഉറുമ്പ് കടിക്കണ വേദന എന്നല്ലേ സാധാരണ? അല്ല, അതെന്താന്നറിയോ, അതെല്ലാരും പറഞ്ഞു പറഞ്ഞ് ഓവർ യൂസ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ മാറ്റി പിടിച്ചതാ. വേണ്ട, എനിക്ക് പേടി. പേടിയാന്നോ? ഈ ഇഞ്ചക്ഷൻ എടുത്തെന്നാ ഈ അങ്ങ് പോവാം. പെട്ടെന്ന് പോവാം. വേണ്ട. ഓടരുത്, ഓടരുത്, ഓടരുത്. അമ്മച്ചാ, ഓടരുത്, ചാടരുത്, ചാടരുത്. കുഞ്ഞാവേ, കുഞ്ഞാവേ, എന്നെ ആ ചേട്ടായിക്ക് കൊടുക്കല്ലേ, എന്നെ ആ ചേട്ടായിക്ക് കൊടുക്കല്ലേ. ഇഞ്ചക്ഷൻ എടുത്താ വീട്ടിൽ പോവാ. ഇങ്ങോട്ട് വാ, വേണ്ട. ഇങ്ങോട്ട് വാ. വേണ്ട. പിള്ളേരെ നിങ്ങൾ വട്ടം ചേർന്ന് വിളിച്ചാൽ ഞാൻ വേണ്ട. അയ്യോ, എന്നെ കൊടുക്കല്ലേ, എന്നെ കൊടുക്കല്ലേ. അയ്യോ, 3 ദിവസമായി ബാക്കിയുള്ളവൻ കഷ്ടപ്പെടാൻ ദൈവമേ. അയ്യോ, 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 കിടക്ക്, 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 കിടക്ക്. അയ്യോ, എടുക്ക്, 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 എടുക്ക്. അയ്യോ, എടുക്ക്, എടുക്ക്, അയ്യോ. എടുക്ക്, എടുക്ക്, എടുക്ക്. അയ്യേ. ഞാൻ പറഞ്ഞില്ലേ ഒരു പട്ടി കടിക്കണ വേദനയുള്ളൂന്ന്. പട്ടി കടിച്ചത് മാറിപ്പോയി. എന്നെയല്ല, അവരെ പട്ടി കടിച്ചേ. ഞങ്ങളെ ഇതെന്തിനുള്ളതെന്നാ പറഞ്ഞേ? സഡേഷൻ. ആണ്ടേ. അയ്യോ, ഇപ്പൊ എന്നായി? എന്താണെങ്കിലും എന്റെ മരുന്ന് മാറിപ്പോയില്ലല്ലോ. ആഹാ, എന്തായാലും ഞാൻ ഹാപ്പിയാ. എന്താ ഇനി ഇവിടെ തന്നെ അഡ്മിറ്റ് അല്ലേ, ഞാൻ തന്നെ ഇവന്റെ ബൈ സ്റ്റാൻഡർ. നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. നസീർക്ക, നല്ല വൃത്തിയുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. ഗംഭീരമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നല്ല കൂട്ടിരിപ്പുകാരനായ മരുമോനും നല്ല എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അമ്മാവനെയും കിട്ടിയത് ഭയങ്കര ഉപകാരം. നേഴ്സും ഉള്ള ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തു. നല്ല കൗണ്ടറുകളായിരുന്നു കേട്ടോ, നല്ല പുതുമയുണ്ടായിരുന്നു. മറ്റേ വരയിട്ട ബുക്ക് എന്തായിരുന്നു, ഓൺലൈൻ ബുക്ക്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. നിനക്കിത് എവിടെ നിന്ന് കിട്ടുന്നതാണ്? നീ ഉള്ളിടത്താണ് അത് ഏറ്റവും കൂടുതൽ ഉള്ളതെന്നാണ്. അല്ല, ഇവന്റെ കയ്യിൽ നിന്നാണ്, അമലിന്റെ കയ്യിൽ നിന്നാണ് അത് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. അത് അന്നേരം വരുന്നതാണോ അതോ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഇവിടെ അടിക്കുന്നതാണോ? അല്ല, ചിലപ്പോ വരുമ്പോ ഈ കോസ്റ്റ്യൂം ഒക്കെ ചിലപ്പോ ഇവിടെ നിന്നായിരിക്കും കിട്ടുന്നത്. അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോ അതിന്റെ കൂടെ കയറി വരുന്നതാ. അവിടെ റിഹേഴ്സലിൽ ചെയ്യുന്നത് തന്നെ ഇവിടെ കൊണ്ട് ആണ് അല്ലേ? അല്ല, ഇവിടെ അഡീഷണൽ നമുക്ക് അന്നേരം വരുന്ന തോന്നല് പറയുന്നതല്ല. അല്ല അല്ല, എന്തായാലും വളരെ മനോഹരമായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം ആ ഹോസ്പിറ്റലുകൾ നമ്മുടെ ഈ വേദിക്കകത്ത് തന്നെ ഇഷ്ടംപോലെ ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട്. ഈ വരുന്ന ഹോസ്പിറ്റലിലൊന്നും മുമ്പ് പറഞ്ഞ ഒരു കൗണ്ടറുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നുള്ള അതിൻ്റെ അർത്ഥം അതേപോലെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഈ സാധനത്തിന് വേണ്ടി അന്വേഷിക്കുന്നുണ്ട്. എന്ത് പുതുമ കൊടുത്താലാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാണ് ഇപ്പോൾ വരുന്ന ഓരോരോ ടീമുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗുണം ഈ വേദിയിൽ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നന്നായിരുന്നു. ഇതേപോലുള്ള ഐറ്റങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബിജുക്കുട്ടൻ ചേട്ടാ. പ്രദീപേ, അമലേ, എന്തോ സിസി, നന്നായിരുന്നു കേട്ടോ. മനോഹരമായിട്ടുള്ള സ്കിറ്റായിരുന്നു. ഞാൻ ആലോചിച്ച ആദ്യം ഈ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, കാരണം ഈ കൗണ്ടറുകളൊക്കെ പഴയതൊക്കെ തന്നെ വരും. ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു 3-4 ഹോസ്പിറ്റലൊക്കെ അല്ലേ, അതെല്ലാം സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളാണ്. അതാണ് നമുക്കൊരു പേടി ഉണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ എനിക്ക് തോന്നണ തിരി കൊടുത്തിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പൊട്ടി
പിന്നെ അങ്ങോട്ട് 100 കൊണ്ടുവന്ന് അവസാനിപ്പിച്ചിട്ടാ. അതാണ് കളി ശരിക്കും കളിക്കേണ്ടത്. കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് വീട്ടുപേര് ചോദിക്കണില്ലേ, അവിടം തൊട്ടിട്ട് ഈ സാധനം അങ്ങോട്ട് ഹൈ ആയിരുന്നു. പിന്നെ ഒരു കൗണ്ടറും പിടിച്ചാൽ കിട്ടാത്ത കൗണ്ടറുകളായിരുന്നു. അതിക്ക് മുന്നേ നമ്മൾ ഇടയ്ക്കേ കൗണ്ടറുള്ളൂ, കാര്യങ്ങൾ സംസാരിക്കുക, ഇടയ്ക്കൊരു കൗണ്ടർ. ഇത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആ കോൺസ്റ്റിപ്പേഷനൊക്കെ ആയിട്ട് മാറിപ്പോകൂലേ, അത് ഇത് തമ്മിൽ മാറിപ്പോവല്ല. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. കാരണം ഇത്രയും വലിയ വാക്ക് എന്തിനാണ് നിങ്ങൾ തർജ്ജമ ചെയ്തിട്ട് ഇത് മാറ്റാൻ ശ്രമിച്ചത്, അതറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ. പിന്നെ ഈ പറഞ്ഞ സിസി നന്നായിട്ടുണ്ട്. സിസി കുറച്ചുള്ളെങ്കിലും സിസി മനോഹരമായൊരു നേഴ്സായിരുന്നു. ഈ പറഞ്ഞോട്ട് ഞാൻ കരുതിയത് അമ്പലത്തിൽ മണിയടിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനത്തെ ഒരു ബെല്ലാണ് അതിനകത്തുള്ളത്. ആ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ ഈ റിംഗ് ടോണും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് വെക്കും. ഇത് EMI പോയ സാധനമാണത്. ശരിക്കും സങ്കടം വരേണ്ടതാണ്. അവിടെയൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഓൾറൗണ്ട് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. ആദ്യം തൊട്ട് അവസാനം വരെ ചിരിക്കാനുണ്ടായിരുന്നു. ഇനി വരുമ്പോൾ ഇതിലും ഗംഭീരമായിട്ടുള്ള സ്കിറ്റിലായിട്ട് വരുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മണിക്കുട്ട. കൊച്ചു പ്രതിഭയുടെ അമൽബായ് സിസി, നിങ്ങളുടെ ഹോസ്പിറ്റലില് രോഗിക്ക് ആരോഗ്യത്തിന് കൊടുത്ത ഇഞ്ചക്ഷൻ മിസ്സായെങ്കിലും നിങ്ങളുടെ സ്കിറ്റിലെ കൗണ്ടറിന്റെ ഇഞ്ചക്ഷൻ ഒരു സ്ഥലത്ത് പോലും മിസ്സായിട്ടില്ല. എല്ലാ കൗണ്ടറും 100-ന് 100 പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ എക്സ്റേയുടെ ഒരു ഇത് പറഞ്ഞില്ലായിരുന്നോ, അത് എൻ്റെ കുട്ടിക്കാലത്ത് ആ സമയത്ത് സൂര്യഗ്രഹണം വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ എക്സ്റേ തപ്പി നടന്നത് നമുക്ക് അതിന്റെ കഷ്ടപ്പാട് നമുക്കറിയായിരുന്നു. അത് കൊണ്ടുവന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്തോട്ട് പോയി. എല്ലാം നിങ്ങൾ അടിപൊളിയായിട്ട് കളിച്ചു. ഈ ഹോസ്പിറ്റലിൽ വന്ന ആള് ചിരിച്ച് അവർ അസുഖം മാറി വീട്ടിൽ പോയിട്ടുണ്ട്. താങ്ക് യു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിന് ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടമായി. നിങ്ങൾ 3 പേരും ഗംഭീരമായിട്ട് ഇവിടെ പെർഫോം ചെയ്തു. പിന്നെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ നമ്മുടെ കൊച്ചുചേട്ടൻ ബാക്കിൽ നിന്ന് കരഞ്ഞില്ലേ, അതുപോലെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരായിട്ടുണ്ട്, സൂപ്പർ. അപ്പൊ നമുക്ക് എന്നാ പിന്നെ ഇവർക്ക് കാശ് കൊടുക്കാം. നന്നായിട്ട് ചിരിപ്പിച്ചല്ലേ? അതെ അതെ അതെ. ആരാ ആദ്യം കൊടുക്കുന്നേ? ഞാൻ കൊടുക്കാം. എത്ര കൊടുക്കും? ഞാനൊരു 16,000 രൂപ കൊടുക്കാം. 16,000 രൂപ. നസീർക്ക 15,000 രൂപ. അപ്പൊ 31,000 രൂപ. 3 പേർക്ക് EMI അടയ്ക്കാനുള്ള മണി ഇപ്പൊ അയച്ച മണിക്കട്ട. അപ്പൊ ഞാൻ അയക്കുകയാണ്. ടോട്ടൽ എമൗണ്ട് 65,000 രൂപ. നല്ല എമൗണ്ട് കേട്ടോ. അപ്പൊ ഉഷാറായിട്ട് ഇതേപോലെ ചിരിപ്പിക്കാനുള്ള ഐറ്റങ്ങളായിട്ട് വാ. ഓക്കെ മാവോ. ശരി, ഇഞ്ചക്ഷൻ മാറി കുത്തല്ലേ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് ഇറക്കട്ടെ. മനു കുമ്പാരി ഉണ്ട്, ശംഭു ഉണ്ട്, ദീപ്തി ഉണ്ട്, അടിക്കായി. അയ്യോ, എന്താണ് നിങ്ങളുടെ പിത്തെല്ലാം കൂടി ഇളഞ്ഞേക്കണേ. ഞാൻ മര്യാദക്ക് അമ്മേനോട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ വന്ന് കിടന്ന് തുള്ളാണ്ട പേരടത്ത് പോയിരിക്കാനേ. എന്റെ കാലിന്റെ ചിരട്ട പോയി മരുമോളെ, കാലിന്റെ ചിരട്ട പോയി. ഞാൻ എന്നാ ദുബായിലുള്ള നിങ്ങളുടെ മോനോട് വിളിച്ചു പറയട്ടെ അമ്മയുടെ മുട്ടിന്റെ ചിരട്ട മാറ്റി വെക്കാൻ. നിന്റെ ഭർത്താവ് ആ എന്റെ മോൻ ആ ചോറ് തിന്നാ പാത്രം എടുത്ത് മാറ്റാത്തവനാ എന്റെ ചിരട്ട മാറ്റി വെക്കാൻ കൊടുക്കും. നിങ്ങളുടെ മാട്ടക്കളി ഇന്നത്തോടെ നിർത്തിക്കൊള്ളാം. നമ്മൾ ഇനി ടിവിയിലാണ് അമ്മ കളിക്കാൻ പോണത്. ടിവിയിലാ? ആ ഫ്ലവേഴ്സിൽ ഇതൈറ്റം വേറെ എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ കളിക്കാൻ പോണത്. അതിലാണ് ഒരു ആശ ഇവിടെ വരുമെന്ന് പറഞ്ഞത്. ആശാൻ വന്ന് പുതിയ സ്റ്റെപ്പ് ഒക്കെ പഠിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ ഗീതേനെയും ശൈലയൊക്കെ വിളിയടി. എന്തിനു വേണ്ട, നമ്മൾ ആശാന്റെ അടുത്ത് പഠിച്ചിട്ട് നമ്മൾ പഠിപ്പിക്കും. പിന്നെ നമ്മൾ ആരാ, നമ്മൾ ആശാട്ടിമാരായി. ചാനലിൽ പോയാലും ടിവിയിൽ പോയാലും മെയിൻ ആയിട്ട് ലോഡ് ചെയ്യുന്നത് ഞാനായിരിക്കും. ഈ ഡാൻസ് കളിക്കുന്നതിന്റെ സെന്ററിൽ നിന്ന് ലോഡ് ചെയ്യൂലേ, അത് ലോഡല്ലമ്മ, അത് ലീഡ്. ആ പറഞ്ഞ സാധനം ഞാൻ കളിക്കും. അല്ലെങ്കിൽ നിനക്ക് എന്റെ കളിയാക്കൽ കൂടുതലാണ്. കഴിഞ്ഞ സ്റ്റേജിൽ നീ ഇങ്ങനെ കൈകൊട്ടി കളിച്ചുകൊണ്ടിരുന്നപ്പം പൈസാറ്റ് വന്നു നോട്ടുമാലയായിട്ട്. നിനക്ക് തന്നത് 500 രൂപ നോട്ടുമാല, എനിക്ക് തന്നത് വെറും 10 രൂപ നോട്ടുമാല. ഓ അത് വേറൊന്നുമല്ല, എനിക്ക് ഇത്തിരി സൗന്ദര്യമൊക്കെ കൂടുതലായിട്ട് മേക്കപ്പ് സാധനങ്ങളൊക്കെ മേടിക്കാൻ കാശ് വേണമെന്ന് അവന്മാർക്ക് അറിയാം. അതാണ് 500 രൂപ തന്നത് കേട്ടാ. പക്ഷെ അവന്മാരുടെ എനിക്ക് മാത്രം 10 രൂപ തന്നത്. അതും അവർക്കറിയാം. അമ്മക്ക് 10 രൂപ മുറുക്കാൻ മതിയെന്ന്. അല്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം അവിടെ വന്നൊന്ന് തെറ്റിക്കാൻ നിൽക്കരുത് കേട്ടാ. ഞാനെന്തോ തെറ്റിച്ച്? ഞാൻ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നു സ്റ്റേജിങ്ങനെ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പം നിനക്കിടാൻ വേണ്ടി ഒരുത്ത നോട്ടുമാലയും കൊണ്ട് ഇങ്ങനെ വരുന്നു. അപ്പൊ അവന്റെ അടുത്തോട്ട് ഇങ്ങനെ തലയും കൊണ്ട് പോയപ്പോ അപ്പൊ അപ്പുറത്ത് പോകും. അപ്പൊ ഞാൻ എന്ന് പറയുമ്പോ അവൻ ഇങ്ങോട്ട് പോകും. അങ്ങനെയല്ലേ എനിക്ക് തെറ്റിയത്? അങ്ങനെ തെറ്റിയോണ്ടാണ് അവര് ഫസ്റ്റ് പ്രൈസ് തരാണ്ട് വിട്ടത്.
കന്നടി ആ കന്നടി ദൈവത്തെ ഓർത്ത് ഞാൻ നിങ്ങളെ കാല് പിടിച്ചിട്ട് പറയണാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തിരുപ്പനും കെട്ടി വെച്ചിട്ട് ആ TV പരിപാടിക്ക് കളിക്കാൻ വരാൻ നിൽക്കരുത്. എന്റെ തിരുപ്പൻ എന്തടി കുഴപ്പം? നിന്റെ ഭർത്താവിന്റെ അച്ഛൻ മണിയണ്ണന് എന്റെ ഈ തിരുപ്പൻ എന്ന് പറഞ്ഞാൽ എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? അയ്യോ അതായിരിക്കും അങ്ങനെ എന്തെങ്കിലും വാ ഒഴിയാൻ വേണ്ടി വാ തുറക്കുമ്പോഴത്തേക്കും തിരുപ്പനെടുത്ത് അണ്ണാക്ക് തിരികെ കൊടുക്കണത്. ഞാൻ ഒരു കാര്യം പറയാം, എന്റെ ഈ തിരുപ്പൻ ഇപ്പം എന്തടി കുഴപ്പം? നിങ്ങൾ കഴിഞ്ഞ പരിപാടിക്ക് ഈ തിരുപ്പനുമായിട്ട് വന്ന് കളിച്ച് അത് ഈ കുടുംബത്ത് വന്ന് കയറിയപ്പോ തിരുപ്പനില്ലെന്ന് പറയുന്നത് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഞാൻ ആ സർവ ചേച്ചിയുടെ തിരുപ്പനെടുക്കാൻ പോയി. ഞാൻ ചെന്നപ്പോ അതായിരിക്കണ 3 പേരും കൂടി വടക്കം മുകളേന്ന് പറയാ തിരുപ്പനെടുത്ത് വെച്ച് മുറുക്കണം. നാണം കെട്ട് പോയി ഞാൻ. അയ്യോ കെട്ടിയെടുത്ത് ഈ വീട്ടിലോട്ട് കേറി വന്നു നീ. ഞാൻ വലിഞ്ഞേറി വന്നേന്നല്ല, നിങ്ങളുടെ മോന് പെണ്ണ് കിട്ടാണ്ട് നാടായ നാട്ടിലുള്ള അമ്പലങ്ങൾ തോറും ഓരോ രൂപ വെച്ച് കൊണ്ടേ ഇവര് നേർച്ചിട്ടിട്ടാണ് എന്നെ കിട്ടിയത്. അയ്യടി ഭഗവാനെ, അന്ന് 10-20 തികച്ചിട്ടാ മതിയായിരുന്നു. ഒരു രൂപയ്ക്ക് ഇതൊക്കെ അല്ലേ കിട്ടത്തുള്ളൂ. അയ്യോ നിങ്ങൾ നേർച്ചിട്ടൊന്നല്ല എന്നെ കിട്ടിയത്. ഞാൻ ചേട്ടനെ നേരത്തെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? കൊച്ചമ്പലത്തിലെ ഉത്സവത്തിന് അന്നദാനത്തിന് സാമ്പാർ വിളമ്പുന്ന സമയത്ത്. അന്തര് സാമ്പാറിന്റെ കൂട്ടത്തിൽ കഷ്ടത്തിൽ ഉരുളക്കിടങ്ങിന് പകരം എന്റെ മോനെ എന്താണ് നിങ്ങൾ സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യാൻ അവിടെ പോയി തെറ്റിക്കാൻ നിൽക്കരുത്. 3, 4 എന്താ ഈ കളിയുടെ പേരെന്തുവാ? കൈകൊട്ടിക്കളി. ഇത് കൈകൊട്ടി കളിയല്ല, ഇത് നീ കൈ നിട്ട് കളിക്കുന്ന കളി. ആറാ വേലിക്കല്ലിന്റെ എവിടാ? ആറാ വേലിക്കല്ലിന്റെ എവിടാ? നമസ്കാരം. കുമ്പളം അപ്പു 2 എണ്ണം കൊടുത്താ. ഇതൊന്ന് കുമ്പളം അപ്പം എന്നല്ല പറഞ്ഞത്, പിന്നെ എന്റെ പേരാണ് പറഞ്ഞത്. കുമ്പളം അപ്പു. ആരാ? നിങ്ങളെല്ലാരും കൈകൊട്ടിക്കളി പഠിപ്പിക്കാൻ വന്ന കൈകൊട്ടിക്കളി മാസ്റ്റർ. മാസ്റ്ററാണോ? അങ്ങനെയാണെങ്കിലേ ആദ്യം നമ്മളെല്ലാം കൈകൊട്ടി പഠിപ്പിക്കേണ്ടത്. പിന്നെ അവരെ ഒന്ന് കൈകൊട്ടി ഒന്ന് പഠിപ്പിച്ചേ. മനസ്സിലായോ? ഒരു മിനിറ്റ്. എന്താ പേര്? എന്റെ പേര് രാജി. നാട്ടുകാർക്കൊക്കെ നല്ല ബഹുമാനമാണല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചു? പേരിന്റെ അവസാനം ഒരു ജി. എന്ത് ചെയ്യുന്നു? ഞാൻ ആശാ വർക്കറാ. ഏത് പഞ്ചായത്തിൽ ഏത് വാർഡിലാണ്? പഞ്ചായത്തിലും വാർഡിലെന്നല്ല, എന്തേലും ജോലി കിട്ടും നാശിച്ചിരിക്കുന്ന വർക്കറാണ് ആശാ വർക്കർ. രാജി വെച്ചതാണല്ലേ? രാജിയൊക്കെ അതിന് എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ. അതല്ലെന്ന്, ഈ രാജി വന്നവരുടെ എനിക്കിട്ട് വെച്ചതാണല്ലേ? ഇങ്ങനെ കൈകൊട്ടി നിക്കണ്ട, ഞാനല്ലേ ആശാൻ. അപ്പൊ ഞാൻ പറയാൻ നേരത്ത് മാത്രം കൈകൊട്ടിയാ മതി. ഞാൻ കൈകൊട്ടി സ്റ്റെപ്പ് ഇട്ടതല്ല. കുറെ നേരം കിടക്കും പഴന്തുണിയായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ എന്താണ് അമ്മച്ചിയുടെ പേര്? ഗണത്തിൽ ശാന്ത. ഗണത്തിൽ ശാന്ത. എന്ത് ചെയ്യുന്നു? ഞാൻ സൊസൈറ്റി ലേഡിയാണ്. സൊസൈറ്റി ലേഡിയാ? ഓ, രാവിലെ പാലും കൊണ്ട് സൊസൈറ്റി പോകുന്ന ലേഡി. സൊസൈറ്റി ലേഡി. പേരെന്താ പറഞ്ഞത്? ഗണത്തിൽ ശാന്ത. ഗണത്തിൽ മാത്രമേ ശാന്തയുള്ളൂ, ഗുണത്തിൽ ഒരു ശാന്തയില്ല. പിന്നെ നമ്മളെ എന്നെ ഇവിടെ ഡാൻസ് പഠിപ്പിക്കേണ്ടത്. കൈകൊട്ടി കളിക്കാനുള്ള കുട്ടികൾ വേറെ ആരും ഇങ്ങോട്ട് വന്നിട്ട്? അയ്യോ, അവരല്ല, എന്നെയാണ് മെയിൻ ആയിട്ട് പഠിപ്പിക്കേണ്ടത്. കൈകൊട്ടി കാക്കയെ വിളിക്കേണ്ട പ്രായത്തിലാണ് കൈകൊട്ടി കളിക്കാനായിട്ട്. അല്ലല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇവിടെ നേരെ ഫ്ലവേഴ്സ് ചാനലിൽ ചെല്ലുന്നു, കൈകൊട്ടി കളി കളിക്കണം. മനസ്സിലായോ? ഏകദേശം മനസ്സിലായി വരുന്നു. മുല്ലപ്പൂവിന്റെ മണം, കൊട്ടൻ ചൂക്കാതെ മണം. എങ്ങനെയാ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്ന? കാര്യങ്ങളൊക്കെ എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഈ ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണെത്തുന്നിടത്ത് കൈയെത്തണം, കൈയെത്തുന്നിടത്ത് മെയ്യെത്തണം, മെയ്യെത്തുന്നിടത്ത് മനസ്സെത്തണം. ഇവിടെ എങ്ങും എത്തിയില്ലെങ്കിലും പ്രോഗ്രാം എവിടെയെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സമയത്തിന് എത്തണം. അതെന്ത്? അല്ലെങ്കിൽ നാട്ടുകാർ നമ്മൾ എവിടെയെങ്കിലും എത്തിക്കും. നല്ല അനുഭവം ഉള്ളതുകൊണ്ട് പറയുവാണ്. അപ്പോ ഡാൻസിലോട്ടൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതെ, ഭരത് ഗോപി എന്താ പറഞ്ഞെന്നല്ലേ ഞാൻ ചോദിച്ചത്. എന്തായാലും ഈ അമ്മച്ചി ഡാൻസ് കളിക്കുന്നല്ലേ പറഞ്ഞു? വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഞാൻ ആദ്യം വന്നിട്ട് ഒന്ന് പറയാതിന്റെ കാരണം എന്താ അറിയാമോ? ഈ ഡാൻസ് കളിച്ച സമയത്ത് നിങ്ങൾ എല്ലാവരും ഈ വെള്ള കളറിലെ സാരി ഇട്ടല്ലേ? അന്തന സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതായത് മറ്റേ മഞ്ചാടിക്കുരി അറിയാൻ നേരത്ത് വെള്ള കളറിനകത്ത് മറ്റേ പുള്ളി കളർ വീടുന്നത്. ഈ അമ്മച്ചി കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് തൊട്ട് മുമ്പിൽ നിന്ന് പെൺകുട്ടി പെട്ടെന്ന് ആ പുള്ളി കളറായി. അതെങ്ങനെ സംഭവിച്ചെന്ന് അറിഞ്ഞു? ഞാൻ ഈ തള്ളേരോട് പച്ച മലയാളത്തിൽ പറഞ്ഞ മുറുക്കാൻ പാരിട്ടിട്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വന്ന് നിൽക്കൂ, ഇവിടെ വന്ന് നിൽക്കൂ, ഒന്ന് ശ്രദ്ധിക്കൂ എന്റെ അമ്മച്ചി, നോക്കിക്കോണം. ആദ്യം നമ്മള് ഇങ്ങനൊരു സ്റ്റെപ്പ്, ഇങ്ങനൊരു സ്റ്റെപ്പ്, ഇങ്ങനൊരു സ്റ്റെപ്പ്, ഇങ്ങനൊരു സ്റ്റെപ്പ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് 3 പേർ കൂടെ നോക്കാം. ആദ്യം ഇങ്ങനെ, 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 മുമ്പോട്ടല്ലേ വരേണ്ടത്.
അമ്മ ഇങ്ങോട്ട് വാ, ഈ അമ്മ. പുറകോട്ട് പോകാൻ ആര് പറഞ്ഞു? ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് ഇരിക്ക്. ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയോ? അരമണ്ഡലത്തിൽ ഇരിക്കണം. പ്രായമായില്ലേ മോനെ, ഇനി അരയൊക്കെ എടുത്ത് മണ്ടേ കൊണ്ട് വെക്കണ എങ്ങനെ? ഈ മണ്ടക്കകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇമാതിരി വർത്താനം എന്നോട് പറയത്തില്ലായിരുന്നു. അതാണോ പറഞ്ഞത്? അരമണ്ഡലത്തിൽ ഇങ്ങനെ നിൽക്കി. കുറച്ചുകൂടെ ബാക്ക്, കുറച്ചുകൂടെ ബാക്ക്, ബാക്ക്, കുറച്ചുകൂടെ ബാക്ക്. ഇനിയിപ്പോ ബിസ്താരി തട്ടും മോനെ. എന്നാ പിന്നെ ഇങ്ങോട്ട് നിൽക്കാം. അവിടെ നില്ലേ, ഇനി ഞാൻ പറയുന്ന നേരം അവിടെ നിൽക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ഡാൻസ് നോക്കുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. വട്ടക്കൽ ദേശം പുതുപ്പറമ്പേ തകൃതത്തിന്റെ, വട്ടക്കൽ ദേശം പുതുപ്പറമ്പേ തകൃതത്തിന്റെ, എട്ടടി മൂർക്കൻ കിണറ്റിലുണ്ടേ തകൃതത്തിന്റെ, എട്ടടി മൂർക്കൻ കിണറ്റിലുണ്ടേ തകൃതത്തിന്റെ. മനസ്സിലായ? ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. അതാണ്, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവും. പറയൂ, എന്ത് മനസ്സിലായി? 8 അടി മൂർക്കാൻ കിരട്ടിനകത്ത് കിടപ്പുണ്ട്. അതിന് ബാബാ സുരേഷിനെ വിളിച്ചു വരുത്തണായിരുന്നു. അതാണോ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഡാൻസിന്റെ കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മ ശ്രദ്ധിക്കാൻ തെറ്റിക്കല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരത്തെ പാട്ടിട്ട് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പാട്ടൊക്കെ കേട്ടോ നോക്കി ഇത് നമുക്ക് തുടങ്ങാം. തുടങ്ങിക്കോ. 3, 4. അറിയാ, ഇതാണ് ഞാൻ പറഞ്ഞത്, കുഴമ്പ് തീർന്നു കേട്ടാ. അയ്യോ, ഇപ്പൊ നന്നായിട്ട് പറയില്ലേ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? പിന്നല്ലാതെ ഞാനല്ലേ പിടിക്കത്തുള്ളൂ. എഴുന്നേക്ക്, എഴുന്നേക്ക്. കഴിഞ്ഞോ? കുട്ടി ഇങ്ങനെ പെട്ടെന്ന് കളിച്ചോണ്ടിരിക്കുന്നിടക്ക് സ്റ്റെപ്പ് തെറ്റി ഒന്ന് വീണായിരുന്നു. പാവം ചെറുക്കൻ മണലാരിന് ഇത്തിരി പാവം ആണല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി പിടിക്കാം. 3, 4. രണ്ടുപേര് ഇവിടെ നിന്ന് റിഹേഴ്സ് എടുത്തോണ്ടിരിക്കാൻ നേരത്തെ ഇവിടെ കാലം നീട്ടിയിരുന്ന് റെസ്റ്റ് എടുക്കുവാണോ? അമ്മയുടെ മര്യാദ പറഞ്ഞിട്ട് നല്ലോണം പഠിച്ചൊരു സ്റ്റേജിൽ കയറി തെറ്റിക്കാൻ നിൽക്കരുത്. ഇപ്പൊ നിനക്ക് സ്ലോ മോഷനിൽ ഓടണ്ടേടാ, കയ്യിലോടണ്ടേടാ. കയ്യിലും നേരത്തെ തീർന്നായിരുന്നു. എടാ, വന്ന സമയം തൊട്ട് നിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നെ നീ ശ്രദ്ധിക്കുന്നില്ല, അവളെ കൂടെ കാര്യം എന്താടാ? അല്ല, സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ചന്തയിലോട്ട് ചെല്ലുന്നു. അവിടെ ഒരുപാട് മീനുകൾ അടുക്കി വെച്ചിട്ടുണ്ടാവും. ആദ്യം നമ്മൾ പച്ചമീൻ നോക്കുവോ ഉടക്കമീൻ നോക്കുവോ? അത് നമ്മൾ പച്ചമീനെ നോക്കോളൂ. അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. 3, 4. നല്ല നല്ല കൈയടി, നല്ല സ്കിറ്റായിരുന്നു. കൊല്ലം പരവൂർ എന്നുള്ളത് ശംഭുയുടെ നാട്ടിലുള്ളവരെ ഇവരും കൈകൊട്ടികൾക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഒരു സ്പെഷ്യൽ കൈഡി കൊടുത്തിട്ടോ അതിന്. മണിക്കൂട്ടാ, മനു കുമ്പാരി, ശംഭുബായ്, ദീപ്തി, ഗംഭീര ഞെരിപ്പൻ സ്കിറ്റായി. ഇത് കൈകൊട്ടി കളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങിയിട്ട് കൈകൊണ്ടാണോ കാലുകൊണ്ടാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 2-3 പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ശംഭുവിന്റെ അമ്മൂമ്മയ്ക്ക് ഒരു പ്രത്യേക സൗന്ദര്യം. എന്നിട്ട് ആ മോന്റെ വേദനയും അവൻ മണരാൻ കഷ്ടപ്പെടുന്നു, പിന്നെ ഈ ഡാൻസ് പഠിക്കണം, മുറുക്കാൻ കഴിക്കണം, അങ്ങനെ നല്ല നല്ല മുഹൂർത്തങ്ങളും നല്ല നല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മുഹൂർത്തങ്ങളുള്ള സ്കിറ്റായിരുന്നു. ഗംഭീരമായിരുന്നു. താങ്ക് യു. നസീർക്ക, നന്നായിരുന്നു.
ആനുകാലിക സംഭവം എന്ന് പറയുന്നില്ല, പക്ഷേ ഈ ഇപ്പോഴത്തെ സമയത്ത് ഭയങ്കര ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ കൈകുട്ടി കളി. അതേപോലെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സബ്ജക്റ്റ് എടുത്ത് നിങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെ നല്ല ഒരു ഗംഭീരമായിട്ടുണ്ട്. കാര്യം നമ്മുടെ ഈ ഫ്ലോറിൽ തന്നെ എന്തോരം കൈകുട്ടി ടീമുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെ പഠിപ്പിക്കാൻ പോകുന്ന അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരു അമ്മയും മരുമോളും അല്ലേ, മരുമോളല്ലേ, മരുമോളും അതിനെ പഠിപ്പിക്കാൻ വരുന്ന ഒരു വിവരവും ഇല്ലാത്തൊരു മാഷും വിവരമുള്ളെന്നുള്ള സ്റ്റെപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി. അതാണ് അവരെ ഇന്ന് ഒരുപാട് ഇടയ്ക്കൊരു ചിരിയില്ല. കാര്യം കളിക്കുന്നവർ നല്ലോണം കളിക്കുന്നുണ്ടോ, മാഷൊട്ടും കളിക്കുന്നില്ല. നിങ്ങൾ 3 പേരും ഗംഭീരമായിട്ട് അത് ചെയ്തു. ഇതിൽ ശംഭു, ഇന്നാണ് ശംഭുവിൻ്റെ മനസ്സ് തുറന്ന് ഒന്ന് എന്താ ഒരു ബഹളം വെച്ചൊന്ന് കളിക്കാൻ തുടങ്ങി. ശംഭുവിൻ്റെ മനസ്സ് എപ്പോഴും ഒരു ഫീമെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പഞ്ച് ചിലപ്പോൾ മെയിൽ കളിച്ചാൽ അത്ര ഉണ്ടായി വരികയില്ല. അത് ഇവിടെ കറക്റ്റായിട്ട് ശംഭു കാണിച്ചു തരും. അതേപോലെ ദീപ്തി ഡാൻസ് കളിക്കുന്ന ആളാണെന്നുള്ളത് നമുക്കറിയാം. എങ്കിൽ പോലും നമ്മുടെ പ്രേക്ഷകർക്കും മനസ്സിലാകുന്ന രീതിയിൽ കൈകുട്ടിക്കളിയുടെ എല്ലാ സ്റ്റെപ്പുകളും മുദ്രകളും കറക്റ്റായിട്ട് ഇവിടെ തന്നെ കാണിച്ചു. അതേപോലെ പഠിപ്പിക്കാൻ വന്ന മാഷും 3 പേരും നന്നായിരുന്നു. ഇതിൻ്റെ അകത്ത കൗണ്ടറുകൾ നന്നായിരുന്നു. ഒരുപാട് ബഹളങ്ങളോ ഒച്ചകളോ ഒന്നുമില്ല. പിന്നെ ഇടയ്ക്ക് വന്ന പാട്ടുകളൊക്കെ ഈ ഐറ്റത്തിന് കുറച്ചുകൂടെ മാധുര്യം ഉണ്ടാക്കി തന്നു. എല്ലാം കൊണ്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമായിരുന്നു. വെരി ഗുഡ്, ഗംഭീരമായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഇങ്ങനെ തന്നെ വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. മനു, ശംഭു, ദീപ്തി നന്നായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് ശംഭു കുറച്ച് ഇടവേളക്ക് ശേഷമാണ് പെണ്ണായേക്കണെന്ന് തോന്നല്ലേ? ആ പെൺവേഷം ഗംഭീരമാക്കിയിട്ടാ. അതും നമ്മൾ കാണാത്ത രീതിയിലായിരുന്നു. കാരണം നേരത്തെയൊക്കെ നമ്മൾ ഡാൻസ് കളിക്കാത്ത പെണ്ണായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫുൾ ഡാൻസിലാണ് ഈ സാധനം പോയത്. അത് ഗംഭീരമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് തന്നെ ട്രെൻഡായി നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡായ ഡാൻസിൻ്റെ ആ ഒരു കണ്ടന്റാണ് നിങ്ങൾ പിടിച്ചത്. ആരും ഈ കണ്ടന്റ് പിടിച്ചിട്ടില്ല. ഡാൻസ് കളിക്കാറുണ്ട്, ഇവിടെ കുറേ ആളുകൾ വന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ കണ്ടന്റ് ആക്കിക്കൊണ്ട് നമ്മൾ ഇതുവരെ പിടിച്ചിട്ടില്ല. പക്ഷെ ആ കണ്ടന്റിൽ പുതുമ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കൗണ്ടറുകൾ ചേർത്തിട്ടുണ്ടായിരുന്നു. മനുവിൻ്റെ കോസ്റ്റ്യൂമിലും വിഗിൽ തന്നെ അറിയാം നിങ്ങളൊരു ഉടായ്പാണെന്നുള്ളത്. ഒന്നും അറിയില്ല, ഒന്നും അറിയാൻ പാടില്ല. കാരണം ഈ പുള്ളിക്കാരൻ അടുത്ത പ്രാവശ്യം ബ്രേക്ക് ഡാൻസ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. സ്ലോ മോഷൻ കാണിച്ചില്ലേ, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അമ്മനെ തടഞ്ഞു വെക്കുമെന്ന്. ഭയങ്കര ടൈമിങ്. ആണുങ്ങളാകുമ്പോൾ കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാവും. ആ ഓടിയെത്തതിൽ സ്പീഡ് കൂടിയിട്ട് നേരത്തെ മനു ചെല്ലും എന്നായിരുന്നു. പക്ഷെ അമ്മായിമ്മനെ ഒരിക്കലും ഈ ചേച്ചിനെ ഇടിച്ച് നിർത്തിയിട്ട് അവിടെ സ്റ്റക്കായി പോയി. അല്ല, ദീപ്തി സ്ലോ മോഷനിലാണ് വീണത്. അതെ, വീട് നല്ല കറക്റ്റ് ആയിരുന്നു. ക്ലൈമാക്സ് ഉൾപ്പെടെ നല്ല സ്കിറ്റായിരുന്നു, നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. 3 പേരും നന്നായിട്ട് കളിച്ചിട്ടാ. ഓൾ ദ വെരി ബെസ്റ്റ്. ഈ കണ്ടന്റ് പറഞ്ഞു തന്ന രാജേഷേട്ടനാണ്. അതെ. ഇന്നു നിങ്ങൾ 3 പേരും അടിപൊളിയായിട്ട് ഈ സ്കിറ്റ് ഇവിടെ പെർഫോം ചെയ്തു. ഇവര് മണിച്ചേട്ടന്റെ പാട്ട് വെച്ചിട്ടാണല്ലോ തുടങ്ങിയത്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഗംഭീരാക്കുന്നു. പാടുന്ന ആളാണോ? പാട്ട് പാടാറുണ്ടോ? എനിക്ക് പാട്ട് പാടാൻ മണിച്ചേട്ടന് ഇഷ്ടമുള്ള 4 വരി. ഞാൻ എന്റെ അപ്പാപ്പന്റെ സിനിമയിലെ ഒരു പാട്ട് പാടാം. കാബൂളിവാല എന്ന് പറയുന്ന സിനിമയില്. പാൽ നിലാവിനും ഒരു നൊമ്പരം, പാതിരാക്കിളി എന്തിനീ മൗനം, സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. താങ്ക് യു. അടിപൊളി. എനിക്ക് ഇനിയൊരു സ്പിരിറ്റ് ഇഷ്ടപ്പെട്ടു. പാടും. ഞാൻ വിചാരിച്ച് മറ്റേ ഇന്നസെന്റ് അങ്കിളുടെ ഒരു സ്പെഷ്യൽ പാട്ടുണ്ടല്ലോ, അഴകാന അതിലാ മണിക്കുട്ടാന്ന് ചേർത്ത് പാടിയിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നു. ടോണിക്കുട്ടാന്ന് പറയും. അഴകാന നീലിവരും വരുപോലെ ഓടിവരും, കണ്ണാടി പോലെ വരും മണിക്കുട്ട. കലക്കി. ഇതിൽ 3 പേരിൽ എന്നൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? വെറുതെ എനിക്ക് ആ അമ്മാമനെ ഭയങ്കര ഇഷ്ടം. ആളുടെ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടാ. അത് ഞാൻ ഉള്ള കാര്യം. വേറെ കാര്യേക്കണം. മുല്ലപ്പൂവല്ല, കൊട്ടൻ ചുക്കാതിയാണ് ഇവിടെ വറക്കാതെ കൊട്ടൻ ചുക്കാതിയാണ്. നിങ്ങൾ 3 പേരും അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. താങ്ക് യു. എത്ര മാർക്ക് മുല്ലപ്പൂവിന്, എത്ര മാർക്ക് കൊട്ടൻ ചുക്കാതെ, എത്ര മാർക്ക് മാഷിന്? ഇതിലെ മുല്ലപ്പൂ കൊട്ടാൻ ചുക്കാതെ ആരാണ് തീരുമാനിച്ചത്? എങ്കിൽ മുല്ലപ്പൂ തന്നെ പറയാം. 14,000 രൂപ. രണ്ടാമതാരാ? കൊട്ടൻ ചുക്കാതെ. നോക്കിയിരിക്കുന്ന കാലം നോക്കിയപ്പോ കീച്ചൻ. ഞാൻ പറയണേക്കും അങ്ങോട്ട് പറഞ്ഞതാ.
14 അവിടെ എത്ര? ഇത് വടക്കം പോകല. അപ്പൊ കൊട്ടക്ക് എത്ര മാർക്ക്? ഞാനും ഒട്ടും കുറക്കുന്നില്ല. 3 പേർക്കും കൂടി 14,000 രൂപ. 28,000 രൂപ വടക്കം അപ്പൊ എന്റെ വടക്കം പോലെക്കുള്ളത് താണ്ട അമ്മച്ചിക്ക് കിടക്കുന്നു. ടോട്ടൽ എമൗണ്ട് 65,000 രൂപ. നല്ല എമൗണ്ട് ആണ്. ഉഷാറായിട്ട് പോട്ടെ. ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ കേട്ടോ. ഓക്കെ മാഷേ ശരി കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മൾ സ്കിറ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഒറ്റയ്ക്ക് പെർഫോം ചെയ്തൊരു മോൺസ്റ്ററെ വയനാട്ട് മേപ്പാടി ഇറക്കിയിട്ടുണ്ട്. ഐറ്റം വേറെ ആയിരിക്കണം. ആണോന്നോ? ഈ ക്യാപ്സൂൾ വലുപ്പത്തിലുള്ളൂ, പക്ഷെ ചെയ്യാൻ പോകുന്ന 1 man ഷോ ആണ്. 1 man ഷോ റെഡിയാണോ കാണാൻ? റെഡി. വിളിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം ഇവാനിയ കുട്ടി. 1 man ഷോ നടത്തുന്ന ആളെ കണ്ടോ? അടിപൊളി. ഹായ് ഇബാനി, സുഖാണോ? ഇപ്പൊ എത്രാം ക്ലാസ്സിൽ പഠിക്കണം? 3 ഏത് സ്കൂളില്? സെന്റ് ജോസഫ് UP സ്കൂൾ മേപ്പാടി. മേപ്പാടി അല്ലേ? ഓ ഇവാനി ഇതിനു മുമ്പ് ഒന്ന് വന്നതല്ലേ? അന്ന് വന്നപ്പം ഇവാനി ഒരു കാര്യം പറഞ്ഞിട്ടാ പോയത് കേട്ടോ. അല്ല അടുത്ത പ്രാവശ്യം വരുമ്പോ പല്ല് ഫുള്ളായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. പ്രാവശ്യം എന്ത് പറ്റി? അത് കിട്ടിയില്ലേ? ഒരു വല്ലിപ്പോ പറിച്ചതേ അല്ല. അയ്യോ അത് പെട്ടെന്ന് വരും. 4 എണ്ണം പോയി. 4 എണ്ണം പോയി. സംസാരിക്കാൻ കാറ്റൊക്കെ വരുമോ? ഇല്ല. ഇപ്രാവശ്യം പോകുമ്പോ ഒരു കാര്യം സാധിച്ചു കൊടുക്കണം ഇവാനെ കുട്ടിക്ക്. എന്താ ഒരു സങ്കടം പറഞ്ഞു. അത് സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവാനിമോടെ കൂടാ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എല്ലാരും ഇവാനിമോട് പറഞ്ഞിട്ട് കുറെ പേർക്ക് ഹായ് കൊടുത്തില്ലേ? അതെല്ലാം നമ്മുടെ എഡിറ്റേഴ്സ് കട്ട് ചെയ്ത് കളഞ്ഞേ. നമുക്ക് സങ്കടമായി പോയി. ഇവാനിമോള് പറയുമ്പോഴാണ് നമ്മളത് അറിയുന്നത്. അല്ല ഇപ്രാവശ്യം ഒരു കാര്യം ചെയ്യാം, മോളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ഇപ്രാവശ്യം നമ്മൾ പറയുന്ന എല്ലാവർക്കും ഹായ് കൊടുക്കണം അല്ലേ? ഇവാനിമോള് പറയുന്ന കുറച്ച് പേരുള്ളവർക്ക് ഹായ് കൊടുക്കണം. അത് കട്ട് ചെയ്ത് ഞങ്ങളുടെ വിഷയമാ. ഓക്കെ അല്ലേ? നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകും? നമ്മള് വെക്കേഷൻ ചൂടുകൊണ്ട് വെക്കേഷന് ഇതായത്. ചൂടുകൊണ്ട് വെക്കേഷൻ ഇതായതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചൂടുകൊണ്ട് വെക്കേഷൻ ഫ്ലോപ്പായി. ഓക്കെ. പിന്നെ കുട്ടികളുടെ ഇച്ചിരി പ്രശ്നങ്ങൾ. അപ്പൊ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവാനിമൊക്കെ നല്ലൊരു കൈഡി കൊടുത്തേ. നമുക്ക് തുടങ്ങാം. ഓക്കെ. ഹായ്, ഹലോ, നമസ്കാരം. വെക്കേഷൻ വെക്കേഷൻ വെക്കേഷൻ. ഐ ലൈക്ക് വെക്കേഷൻ, ബട്ട് വേനൽ ചൂട് സ്പോയിൽ മൈ വെക്കേഷൻ. അങ്ങനെ കുറച്ച് ചൂടൻ വെക്കേഷൻ കഥകളും ഞങ്ങൾ കുട്ടികളുടെ കുറച്ച് പ്രശ്നങ്ങളും പറയാനായി അങ്ങ് വയനാട്ടിൽ നിന്ന് ഞാൻ ഇവാനിയ. കാത്തിരുന്നിട്ട് പൊന്നുകാലം കനൽ കൊണ്ടെന്ന് പറയില്ലേ, അതേപോലെ ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ. ബിജങ്ങളെ ഈ പുറത്തിറങ്ങിയ പുറം പൊളുന്നൊരു സംഭവല്ലേ, അതിനെന്താന്ന് പറയാ? സൂര്യാഘാതം. സൂര്യാഘാതം. നിങ്ങൾക്കറിയോ? പുറത്തിറങ്ങിയ സൂര്യാഘാതം അല്ലെങ്കിൽ പിന്നെ പെരുമഴ. ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് ടിവി കാണാന്ന് വിചാരിച്ചാ കരണ്ടും കാണത്തില്ല. കാരണം പുറത്ത് നല്ല പെരുമഴയാണേ. പോരാഞ്ഞിട്ടിപ്പോ ജോലി കഴിഞ്ഞു വരുന്ന അച്ഛൻ മിഠായും ബിസ്ക്കറ്റും ഗീവ് അവേ ഓഫർ പറഞ്ഞ് പുറം ചൊരയിക്കൽ ഒരു ഹോബിയാക്കി. പിന്നെ ഞങ്ങളുടെ ആകെ ഉണ്ടായ ഒരു പ്രതീക്ഷയായിരുന്നു സ്കൂൾ തുറക്കുമ്പോ പ്ലാൻ ചെയ്ത ടൂറ്. അതമ്മ ചെലവ് ചുരുക്കലിന്റെ ഭാഗമാക്കി എൻ്റെ വീടിന്റെ 5 അപ്പുറമുള്ള അമ്മമ്മേന്റെ വീട്ടിലേക്ക് അയച്ചു. അവിടെ ചെന്നപ്പോ അമ്മമ്മേന്റെ ഒരു ഡയലോഗ് ഉണ്ട്. കൊച്ചാകെ ക്ഷീണിച്ചു, കോലം കെട്ടു. നീ കൊച്ചിനൊന്നും കൊടുക്കാറില്ലേ, നോക്കിക്കേ അതിന്റെ കോലം. അങ്ങനെ ഒരു ദിവസം അവിടെ നിന്ന് പിറ്റേന്ന് എണീച്ച് കുളിച്ച് പല്ല് തേച്ച് ചായ കുടിച്ച് ഉച്ചത്തെ ഊണും കഴിഞ്ഞപ്പോ അമ്മമ്മേന്റെ ഒരു മാസ് ഡയലോഗ് ഉണ്ടേ. എന്താന്നറിയോ? ഇപ്പൊ കൊച്ചൊരു കോലം വെച്ച്. എന്റെ പൊന്നങ്കിൾമാരെ, ഒരേ ഒരു ദിവസം കൊണ്ട് എനിക്ക് എന്തോന്ന് കോലം വെക്കാൻ. അങ്ങനെ ഒരാഴ്ച അവിടെ നിന്ന് ലൊക്കേഷൻ ചേഞ്ച്, നേരെ വീട്ടിലോട്ട്. അവിടെ ചെന്നപ്പോ അച്ഛമ്മേന്റെ ഒരു മനോഭാവം കാണണം. വേറൊന്നുമല്ല, മുൻപത്തെ പോലെ തന്നെ കൊച്ചാകെ ക്ഷീണിച്ചു, കോലം കെട്ടു. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾ എന്തേലും ഒരു നല്ല കാര്യം ചെയ്ത് കയ്യടി മേടിക്കാണേ അച്ഛൻ്റെ അമ്മേൻ്റെ സ്വന്തം. മറിച്ച് കഷ്ടകാലത്തിന് എന്തേലും ഒരു കുരുത്തക്കേട് ചെയ്യില്ലേ, ആ സമയം അവർ തുടങ്ങിക്കോളും. നിന്റെ മോളല്ലേ, നിങ്ങൾ ഇവരുടെ
ഇച്ചിരി നേരം ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി പുറത്തു പോയി ഒരു കളി വീട് വെച്ച് കഞ്ഞിയും കറിയും വെച്ച് കളിക്കും. ആ സമയം എവിടുന്നേലും ഓടി വന്നോളും എന്റെ ചേട്ടൻ തല മസാജ് ചെയ്തതാ, തല മസാജ് ചെയ്തതാ, തല മസാജ് ചെയ്തതാന്ന് പറഞ്ഞ്. തല മസാജ് ചെയ്ത് കൊടുത്തില്ലേ എന്താ ചെയ്യാന്നറിയോ? കഞ്ഞിയും കറിയും തട്ടി മത്സരം വീട് പൊട്ടിച്ചും കളി. അങ്ങനെ ഒരു ഒറ്റ തൊട്ട എനിക്ക് ദേഷ്യം സങ്കടം അങ്ങ് കൂടും. അപ്പൊ എനിക്കൊരു കവിത ഓർമ്മ വരും. ബാലശാപം എന്നുള്ള കവിത എനിക്ക് ഓർമ്മ വരാറ്. നിങ്ങൾ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? അന്നാ കേട്ടോ. ഞാൻ കെട്ടിയ കളി വീടന്നിടിച്ചു തകർത്തു നീ, ഞാൻ കൂട്ടിയ കഞ്ഞിയും കറിയും തൂകിയതെന്തിനു നീ, ഞാൻ വിട്ടൊരു കൊച്ചോടത്തിന് മുക്കിയതെന്തിനു നീ, ഞാൻ വിട്ടു പറത്തിയ പട്ടമറുത്തതും എന്തിനു നീ, ഞാൻ വിട്ടു പറത്തിയ പട്ടമറുത്തതും എന്തിനു നീ. ആ കവിത ഓർമ്മ വരാതെ. ഇവരൊക്കെ വെച്ചോക്കണേ എന്റെ പപ്പ തന്നെ പാവം. എന്റെ അമ്മയുണ്ടല്ലോ ഈ ഒരു 2 മാസം കൊണ്ട് എന്നെ അവിടൊക്കെ കൊണ്ടാക്കിന്ന് എനിക്കെന്നെ അറിയില്ല. ഡാൻസിന് കൊണ്ടാക്കി, പാട്ടിനും കൊണ്ടാക്കി, വയലിങ്ങിനും കൊണ്ടാക്കി. കൂടാണ്ട് 1 മുതൽ 10 വരെ തപ്പി പിടിച്ചെണ്ണുന്ന എന്നെ കൊണ്ട് അബാക്കസ് ക്ലാസ്സിനും കൂടെ അമ്മനോ ഡാൻസിന് കൊണ്ടാക്കി, പാട്ടിനും കൊണ്ടാക്കി. ഇതാണ്ടിപ്പോ സൂംബ ഡാൻസിനും കൂടെ കൊണ്ടാക്കി. കൂടെ വിട്ടത് ആരെയാന്നറിയോ? എന്റെ അമ്മമ്മേ. പാവമ്മമ്മ ഇപ്പൊ വെള്ളം കോരുന്നത് പോലും തുള്ളി കളിച്ചോണ്ട. അതാ ഞങ്ങൾ കുട്ടികൾക്ക് ഒന്നിനും നേരല്ല എന്ന് പറയുന്നേ. ഞങ്ങൾ കുട്ടികൾക്ക് ഒന്നിനും നേരല്ല എന്ന് മാത്രല്ല ഒന്നിനും സ്വാതന്ത്ര്യമില്ല. ഞങ്ങൾ കുട്ടികൾക്ക് നേരമില്ലാത്തതിനെ കുറിച്ച് ഒരു കവിതയുണ്ട്, കേട്ടിട്ടുണ്ടോ? അന്നാ കേട്ടോ. നേരമില്ലുണ്ണിക്കു നേരമില്ല, നേരം പോക്കോതുവാൻ നേരമില്ല, മുറ്റത്തെ മാവിൻ്റെ തോളിലൊന്നേറുവാൻ മാറിലൊന്നാടുവാൻ നേരമില്ല, തുമ്പിയെ കൊണ്ടൊരു കല്ലെടുപ്പിക്കുവാൻ തുമ്പപ്പൂന്ന് പറിച്ചിടുവാൻ, 4 കാൽ നാട്ടിലൊരോലപ്പുര വെച്ചു കഞ്ഞി വെച്ചിടുവാൻ നേരമില്ല, കഞ്ഞി വെച്ചിടുവാൻ നേരമില്ല. എങ്ങനെയുണ്ട് കവിത? സൂപ്പറല്ലേ? ഇതൊന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അമ്മയെ കൊണ്ട് കെഞ്ചി കെഞ്ചി സോപ്പിട്ട് ഇൻസ്റ്റാഗ്രാം എടുപ്പിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചത് എന്റെ റീൽസ് കൊണ്ട് വൈറലാവാന്ന. ആദ്യമൊക്കെ എന്റെ റീൽസ് ആണേലും ഇപ്പൊ അമ്മേന്റെ കുക്കിംഗ് മാത്രമേ ഉള്ളൂ. ഒരു ചാനൽ എടുത്തോക്കിയാ കുക്കിംഗ് കുക്കിംഗ് കുക്കിംഗ്, എന്റെ ഒറ്റ റീൽസ് പോലില്ല. പക്ഷെ ഒരു കാരണമുണ്ട്. ആ വീഡിയോ ഒക്കെ കണ്ട് കുക്ക് ചെയ്യുന്നവരൊരു ഗതികേടെ എന്ത് പറയാൻ. ഞാൻ പറഞ്ഞു കാട് കയറി പോവല്ലേ. കാടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്ന്. ഞാൻ നിങ്ങളോട് 3 പേരോടും ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചേട്ടാ ചേട്ടനും ഉണ്ട്. ഇരുണ്ട കാട്ടിൽ കുരുട്ട് വന്നി. ഇരുണ്ട കാട്ടിൽ കുരുട്ട് പന്നി. ഇരുണ്ട കാട്ടിൽ കുരുട്ട് വന്നി. കുരുമുളക്. കുരുമുളക്. പേനാണോ? മണിക്കൂട്ടരങ്ങൾ 1 പോയിന്റ്. ഇനി വേറെ ഒരു ചോദ്യം ഉണ്ട് എന്നെ കുറിച്ചിട്ടുള്ളതാണ്. ഞാൻ അന്ന് വന്നതിനേക്കാൾ ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു പല്ലൂടെ പോയിട്ടുണ്ട്. അതും അതെന്റെ ഒരു പല്ലും കൂടെ പോയിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ആ പല്ലും കൊണ്ട് ഞാൻ വരാം. അമ്മ റീൽസ് കൊണ്ട് പോന്നു, ഞാൻ എന്തേലും ആവണ്ടേ, അതിനു വേണ്ടിയാ ഞാൻ ഇവിടെ വന്നേ. നിങ്ങൾ പറഞ്ഞേ ഞാൻ സ്റ്റാർ അല്ലേ? ഇനി ഞാൻ പാട്ടും കവിതയും എല്ലാം വീണ്ടും വരാം. ബൈ. അടിപൊളി. ഇതെങ്ങനെ കാണാതെ പിടിച്ചു? ഇത് ഇത്രയുണ്ടല്ലോ. ഇത് ഇതിലേതെങ്കിലും ഇവാനിയ മോളെ ഈ വെക്കേഷൻ സമയത്ത് വീട്ടിൽ അനുഭവിച്ചതാണോ? ഞാൻ ഇവാനിയമ്മയുടെ കൂടെ എന്തോരം ഏതെങ്കിലും അമ്മാമ്മയുടെ വീട്ടിൽ കൊണ്ടാ. അമ്മമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കിയോ? 5 വീട് അപ്പുറം കൊണ്ടാക്കിയോ? 5 കിലോമീറ്റർ അപ്പുറോ? കുറെ പോണോ അല്ലേ? അപ്പൊ അമ്മാമ്മ പറഞ്ഞു എന്റെ മോൾ അങ്ങ് കോലം കെട്ടുപോയല്ലോ എന്ന് പറഞ്ഞല്ലേ?
എന്നിട്ട് ഫുഡ് തന്നു. എന്നിട്ട് പിറ്റേ ദിവസം പറഞ്ഞു ഇപ്പൊ ഒരു രസമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലേ. ഇവാന്യ മോളെ, കഴിഞ്ഞ പെർഫോമൻസ് കൂട്ടുകാരും നാട്ടിലുള്ള ബന്ധുക്കളെ കണ്ടായിരുന്നു. അവര് കണ്ടിട്ട് എന്താ അഭിപ്രായം പറഞ്ഞേ മോളെ? ടീച്ചർമാര് അറിഞ്ഞു എന്താണ് ഇനി നീ പോവാൻ വേണ്ടിട്ട് ഞങ്ങൾ കാത്തിരിക്കാണ്, എപ്പോഴാ പോണ്ടേന്ന് പറയണം. പിന്നെ കളിക്കുമ്പോഴൊക്കെ ഓരോ ചേച്ചിമാര് ചോദിച്ചിട്ടുണ്ട് എപ്പ പോവും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നല്ല അഭിപ്രായമായിരുന്നു. അപ്പം ഇതും ഗംഭീരമായിരുന്നു, നല്ല ക്യൂട്ടായിട്ട്. എന്താ നമ്മളെങ്ങനെ കണ്ണിന് കുളിർമയായിട്ട് കാതിനിങ്ങനെ സ്വീറ്റ് ആയിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ മോളെ. എന്തായാലും നാട്ടുകാരെന്തായാലും അച്ഛനെ കാണുമ്പോൾ ബാക്ക് ചൊറിഞ്ഞു കൊടുക്കണുണ്ടാ, ചേട്ടനെ കാണുമ്പോൾ തല മസാജ് ചെയ്ത് കൊടുക്കണുണ്ടെന്നൊക്കെ ചോദിച്ച് അവരെ കളിയാക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയും മോൾ ഇവിടെ പെർഫോം ചെയ്യാൻ വരാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് കേട്ടോ. വരില്ലേ? ഞങ്ങൾ വേറൊരു കഥയായിട്ട് ഞങ്ങൾ വരും അല്ലേ? അല്ല, വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ മിക്കവാറും ഈ എപ്പിസോഡ് കാണുമ്പോ ചില അച്ഛൻ, അമ്മ, അമ്മുമ്മ, അച്ചാമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. സൂക്ഷിക്കണത്. അതാ അടുത്ത വെക്കേഷനിൽ ചെറിയൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. കണ്ടാലേ. ഇവാനിമോൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ? ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഡാൻസ് ചിലപ്പോ അമ്മ വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്താണ് ഓരോ സ്റ്റെപ്പ് ഇതാക്കും, അത് ഞാനിങ്ങനെ പഠിക്കും. പാട്ട് പഠിക്കുന്നുണ്ടോ? പാട്ട് എന്താണ് വേണമെന്ന് പറയുമ്പോ അങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് ഫോണിലൊക്കെ നോക്കിയിട്ട് ഞാൻ പഠിക്കും. ഇപ്പൊ 2 കവിത പാടിയില്ലായിരുന്ന? നല്ല കവിത ആയിരുന്നു അത്, നല്ല മെസ്സേജുള്ള കവിത ആയിരുന്നത്. പിന്നെ ഉണ്ടല്ലോ മോള് അവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നല്ല അഭിനയം, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നന്നായിട്ട് അഭിനയിച്ചാണ് പുള്ളി. അതെ, പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് മോള് പെർഫോം ചെയ്യണത്. അതല്ലാതെ തന്നെ നമ്മൾ കണ്ണടിച്ച് മോളെ കാണാതെ മോളുടെ സൗണ്ട് മാത്രം കേൾക്കുമ്പോൾ എന്തോ റേഡിയോയിലൊക്കെ RJ ആളുകളൊക്കെ പറയൂലേ, അതേപോലെ നല്ല ഫ്ലുവൻ്റ് ആയിരുന്നു. നമുക്ക് നോക്കിയില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ രസിക്കാൻ പറ്റുമായിരുന്നു. 2 കഴിവുകളുണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ. കുഞ്ഞിനെ സ്റ്റാർ ആക്കിയ വീട്ടിലെ 2 സ്റ്റാറുകളെ വിളിക്കട്ടെ. അമ്മയും അമ്മൂമ്മയും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവാനിമോളുടെ. നമുക്ക് വിളിക്കാം. ഞാൻ വിളിക്കുന്നില്ല, ഇവാനിമോൾ വിളിച്ചോ. അല്ല, ഈ അമ്മൂമ്മയാണോ മറ്റേ ക്ഷീണിച്ചു പോയെന്ന് പറഞ്ഞ അമ്മൂമ്മ? ഇതാന്ന് തോന്നുന്നു. ഈ അമ്മൂമ്മയല്ലേ പറഞ്ഞേ? ഇത് അച്ചാമ്മയാണോ അമ്മാമ്മയാണോ? അമ്മമ്മ അമ്മ അല്ലേ? ഇതെല്ലാം എഴുതി കൊടുക്കുന്നത് അമ്മയാണല്ലേ? ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ. എന്തായിരുന്നു പേര്? ലിസി. ലിസി. വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഹൗസ്? ഇല്ല, എവിടെയും പോകുന്നില്ല. പിന്നെ ഈ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഇങ്ങനെ റെഡിയാക്കി. അമ്മമ്മയുടെ പേരെന്താ? മേഴ്സി. മേഴ്സി അമ്മമ്മ. മോള് മിടിക്കുക കേട്ടോ. പഠിപ്പിച്ചു കൊടുക്കുന്ന ഒന്നും വിടാതെ ഇവിടെ വന്ന് കറക്റ്റായിട്ട് പ്രസന്റ് ചെയ്തു. ഒരു മോളാണോ? അല്ല, ഒരു മോനും ഉണ്ട്, ഒരു മോളും ഉണ്ട്. ഈ മോളും ഒരു മോനും അല്ലേ? 3 പേരുണ്ട്. ഓ, അപ്പൊ 2 മോളുണ്ട്. പഠിക്കുന്നത്. ഓ, അത് ശരിയാ. പേര്? ജോയൽ. രണ്ടാമത്തെ പേര് ടിയോണ. ജോയൽ. ടിയോണ ഇവിടെ വന്നിട്ടുണ്ട്, സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുണ്ട് നേരത്തെ. എല്ലാവരും ഒരു സ്റ്റാൻഡപ്പിനോട് സ്നേഹമുള്ള ആൾക്കാരാണല്ലേ? ഇതും ഭയങ്കര സ്റ്റാൻഡപ്പ് ആട്ടോ. അതെ. ഈ കൊച്ചിനെ ഉണ്ടല്ലോ സ്റ്റാൻഡപ്പിൽ മാത്രം നിർത്തരുത്. നല്ല മിടിക്കുകയാണ്. പല കലകൾ ഉണ്ട്, ആ കലകളെല്ലാം അതിനെ പഠിപ്പിക്കണം. നല്ലൊരു ആക്ടറായി വിട്ട് മുമ്പോട്ട് വരും. അങ്ങനെ പറയാറുണ്ട് ഇടയ്ക്ക്. ഇവിടെ വന്ന് ചോദിച്ചപ്പോ ഒന്നും മിണ്ടില്ല. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഇവിടെ അല്ല, ഷാർജയിലാണ്. വല്യമ്മ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നത്? മോളെങ്ങനെയുണ്ട് വീട്ടില്? കുട്ടി എങ്ങനെയാ വീട്ടില്? അവളൊരു അമ്മമ്മ കൊച്ചാണ്. ഫുൾ സ്ഥലത്ത് അമ്മമ്മ വേണം, എപ്പോഴും അമ്മമ്മനെ കാണണം. അങ്ങനെ ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയ അമ്മമ്മ ഇരിക്കുന്ന സ്ഥലം നോക്കുക, അവിടെ ഉണ്ടോന്ന്. അമ്മമ്മയാണ് ഇവളുടെ മെയിൻ. അമ്മമ്മ കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങള്. അതിന് മെയിൻ കാരണം മോൾ ഇവിടെ പറഞ്ഞായിരുന്നു, ചുമ്മാ കൊച്ചിന് വെക്കേഷൻ ടൈമിൽ പോലും വീട്ടിൽ ഇരുത്തിയിട്ടുള്ള പല കലകൾ പഠിപ്പിക്കാൻ. പല അമ്മേന്റെ മെയിൻ ഇതാണ്. നമ്മളും കൂടെ കൊണ്ടുപോയി അപ്പോഴേക്കും പറയും, അയ്യോ ഇതെങ്ങനെ ക്ഷീണിച്ചു ഇതൊന്നും കഴിക്കില്ല. സത്യാണ്. അമ്മമ്മ ഈ പറയുന്ന പോലെ മകള് ലിസി, മകൾക്ക് ഇതേപോലെ എന്തെങ്കിലും കഴിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അവൾക്ക് കുഴപ്പമില്ല, അവള് നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പഠിത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുടുംബത്തിൽ എനിക്ക് തോന്നുന്നു ഇവാനിയാണ് ടിയോണയാണ് കലാപരമായിട്ട്. തീർച്ചയായിട്ടും ടിയോണയും ഇവാനിയും നിങ്ങൾക്ക് എന്നും അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ വളർന്നു വരട്ടെ. അവരെന്നും ആ ഒരു പേര് നിലനിർത്തട്ടെ. അവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു. പോകുന്നതിന് മുമ്പ് ആർക്കൊക്കെ ഹായ് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? അതാർക്കാ? അത് പറഞ്ഞ അങ്കിൾമാര് ഹായ് കൊടുക്കും. ടീച്ചർമാർക്കും ഫ്രണ്ട്സിനും പിന്നെ എന്താണ് സോണി ടീച്ചർക്കും മിനി ടീച്ചർക്കും എല്ലാവർക്കും. ക്ലാസ് ടീച്ചറിന് പറഞ്ഞില്ല, ശരിക്കും അവളെ ക്ലാസ് ടീച്ചറിന് പറഞ്ഞില്ല. ടീച്ചറും ഇവർക്ക് എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തോ. പിന്നെ മേപ്പാടിയിലുള്ള എല്ലാവർക്കും, വയനാട് മേപ്പാടിയിലുള്ള സെന്റ് ജോസഫ് സ്കൂളിലെ എല്ലാ ടീച്ചർമാർക്കും ഫ്രണ്ട്സിനും ഞങ്ങളുടെ ബിഗ് ഹായ്. മേപ്പാടിയിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഹായ്. മൊത്തത്തിൽ ഹായ്. ഹാപ്പി ആയില്ലേ? ഓക്കെ, ഇനി എല്ലാവർക്കും ടാറ്റ കൊടുത്തോ. ഓക്കെ, ഇവാനിമൊക്കെ ഒരു വലിയ കൈഡി.
താങ്ക് യു ഏട്ടാ. ബൈ ബൈ. ചിരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. നമ്മുടെ സമയം കഴിഞ്ഞു. നന്നായിട്ട് പോയി കിടന്നുറങ്ങ്. കൊല്ലം പരവൂരിന്ന് വന്ന എല്ലാവരും ഉറങ്ങിയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണണം കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങിയേക്കോ കേട്ടോ. ഒരുപാട് നല്ല സ്കിറ്റുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഗുഡ് നൈറ്റ്.